ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാരത കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരുടെ കഥ നമ്മൾ പറഞ്ഞു. വ്യാസന് പുത്രന്മാരുണ്ടാകുന്ന കഥ വരെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ, ഈ 3 പേരും വ്യാസപുത്രന്മാരാണ്. അവരുടെ ജനനത്തെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇനി അതിനുശേഷം വ്യാസപുത്രന്മാർ വിവാഹിതരാകുന്ന ആ കഥ നമുക്ക് നോക്കാം. അങ്ങനെ ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരരും ജനിച്ചതോടുകൂടി കുരുവംശത്തിൻ്റെ ഉന്നതി ഉണ്ടായി. സമൃദ്ധമായി ധാന്യവിളകൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രകൃതി കനിഞ്ഞു. സമയത്തു തന്നെ മഴ പെയ്യുന്നു. വൃക്ഷസസ്യലതാദികൾ വേണ്ടുവോളം കായ്ക്കുവാൻ തുടങ്ങി. കള്ളന്മാരും കൊള്ളക്കാരും ഇല്ലാതെയായി. പാപികൾ ആരും ഉണ്ടായിരുന്നില്ല. രാജ്യമാകമാനം ഐശ്വര്യം വിളയാടി. സത്യയുഗത്തിലെ ഒരു രാജ്യമെന്നോണം കുരുവംശം ഉന്നതിയിലെത്തിച്ചേർന്നു. ലുബ്ധന്മാരില്ലായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് വൈധവ്യം പോലും സംഭവിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് മരണമില്ല എന്നല്ല പറഞ്ഞത്, മുന്നേയുള്ള മരണങ്ങൾ, അതായത് വൃദ്ധരാകുന്നതിന് മുമ്പ് മനുഷ്യർ മരിച്ചു പോകുമല്ലോ, ആ അവസ്ഥ ഇല്ലായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ വീടുകളിലും എന്നും ഓണമായിരുന്നു. അണുവിടാതെ ഭീഷ്മർ ധർമ്മസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പൗരാവലി ആനന്ദം ഉൾക്കൊണ്ടു. രാജകുമാരന്മാരുടെ സംരക്ഷണത്തിൻ്റെ ചുമതല ഭീഷ്മർക്കായിരുന്നു. അവർ 3 പേരും വളർന്നു. അവരുടെ അധികാരമനുസരിച്ച് അസ്ത്രവിദ്യയും ശാസ്ത്രവിജ്ഞാനവും ഉൾക്കൊണ്ടു. ഇതിഹാസങ്ങളും പുരാണങ്ങളും നീതിശാസ്ത്രങ്ങളുമെല്ലാം അവർ പഠിച്ചു. മാനവരാശിയിൽ വെച്ച് ശ്രേഷ്ഠനായ ധനുർധരനായിരുന്നു പാണ്ഡു. വില്ലാളി വീരനായിരുന്നു. സമസ്ത മാനവരിലും വെച്ച് മഹാബലശാലിയായിരുന്നു ധൃതരാഷ്ട്രർ. വിതുരർക്കു തുല്യനായ ധർമ്മജ്ഞനും ധർമ്മപരായണനും ഭുവനത്രയത്തിലും ഇല്ലായിരുന്നു. അക്കാലത്ത് ഒരു ചൊല്ല് ആ നാട്ടിലെങ്ങും പരന്നിരുന്നു. എന്തായിരുന്നു അത്? വീരന്മാരുടെ മാതാക്കൾ ആര് എന്ന് ചോദിച്ചാൽ അംബിക അംബാലികമാരെന്ന് പറയും. അതുപോലെ ദേശങ്ങളിൽ ശ്രേഷ്ഠം കുരുകുലമെന്നും ധർമ്മപരായണരിൽ ശ്രേഷ്ഠൻ ഭീഷ്മരെന്നും നഗരത്തിൽ സർവോത്തമമായത് ഹസ്തിനപുരമെന്നും ലോകം മുഴുവനും അറിഞ്ഞു. ധൃതരാഷ്ട്രർ ജന്മന അന്ധനും വിതുരർ ദാസീപുത്രനുമാകയാൽ പാണ്ഡുവിനെയാണ് രാജാവാക്കിയത്. ഗാന്ധാര രാജാവായ സുബലന്റെ പുത്രി ഗാന്ധാരി ലക്ഷണമൊത്ത ഒരു സുന്ദരീ രത്നമായിരുന്നു. അവർ ഭഗവാൻ ശങ്കരനെ തപസ്സിലൂടെ പ്രസന്നനാക്കി 100 പുത്രന്മാരുണ്ടാകാനുള്ള വരം സിദ്ധിച്ചിരുന്നു. ഭീഷ്മർ ഗാന്ധാര രാജാവിൻ്റെ അടുക്കലേക്ക് കല്യാണ ആലോചനയുമായി ദൂതനെ അയച്ചു. ജന്മന അന്ധനായ ഒരാളുടെ കൂടെ തൻ്റെ മകളുടെ വിവാഹം സുബലൻ ആഗ്രഹിച്ചില്ല. എന്നാൽ ധൃതരാഷ്ട്രരുടെ കുലമഹിമയും പ്രസിദ്ധിയും സദാചാരവുമെല്ലാം മനസ്സിലാക്കിയ സുബലൻ അവസാനം പുത്രിയെ ധൃതരാഷ്ട്രർക്ക് കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. അച്ഛൻ്റെ ഈ തീരുമാനം മനസ്സിലാക്കിയ ഉടൻ തന്നെ ഗാന്ധാരി ഒരു തുണി കൊണ്ട് തൻ്റെ കണ്ണുകെട്ടി. തൻ്റെ ഭർത്താവിന് കാഴ്ചയില്ലാത്തതിനാൽ പതിവ്രതയായ എനിക്കും കാഴ്ച വേണ്ട എന്ന ഉറച്ച തീരുമാനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. സഹോദരനായ ശകുനിയാണ് ഗാന്ധാരിയെ ധൃതരാഷ്ട്രരുടെ അരികിൽ കൊണ്ടുവന്നത്. ഭീഷ്മരുടെ ഒത്താശയോടെ ധൃതരാഷ്ട്രരും ഗാന്ധാരിയുമായുള്ള കല്യാണം നടന്നു. സദ്ഗുണങ്ങൾ കൊണ്ടും ആകർഷകമായ പെരുമാറ്റം കൊണ്ടും
തൻ്റെ ഭർത്താവിനെയും പരിവാരങ്ങളെയും അവൾ സന്തുഷ്ടയാക്കി. യദുവംശരാജനായ ശൂരസേനൻ്റെ മകളായിരുന്നു പൃഥ. അതിസുന്ദരിയും സുശീലയുമായിരുന്നു അവൾ. ശൂരസേന മഹാരാജാവ് ഈ കന്യകയെ സന്താനഹീനനായ കുന്തിഭോജന് ദത്തായി കൊടുത്തിരുന്നു. കുന്തിഭോജന്റെ മകളായപ്പോൾ പൃഥ കുന്തിയായി. കുന്തിയെ പാണിഗ്രഹണം ചെയ്യുവാൻ അനേകം രാജാക്കന്മാർ ആഗ്രഹിച്ചു. അതുകൊണ്ട് കുന്തിഭോജൻ കുന്തിക്കൊരു സ്വയംവരം നിശ്ചയിച്ചു. ആ സ്വയംവരത്തിൽ മഹാവീരനായ പാണ്ഡുവിനെ കുന്തി ഭരിക്കുന്നു. അങ്ങനെ രാജാവായ പാണ്ഡു കുന്തിയുമൊത്ത് ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങിയെത്തി. മഹാത്മാവായ ഭീഷ്മർ പാണ്ഡു ഒരു കല്യാണം കൂടി കഴിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഭീഷ്മർ മാന്ത്രരാജാവിൻ്റെ രാജധാനിയിൽ ചെന്ന് പെണ്ണാലോചിക്കുന്നു. സഹോദരനായ ശല്യർ തൻ്റെ സഹോദരി മാന്ത്രിയെ പാണ്ഡുവിന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് അറിയിക്കുന്നു. വിധിപൂർവകമായി കല്യാണവും നടത്തിക്കൊടുക്കുന്നു. കുന്തി മാന്ത്രിമാരോടൊപ്പം പാണ്ഡു മഹാരാജാവ് ആനന്ദത്തിൻ്റെ നാളുകൾ കഴിച്ചുകൂട്ടി. അങ്ങനെയിരിക്കെ ഈ ഭൂമണ്ഡലത്തെ തൻ്റെ കൊടിക്കു കീഴെ കൊണ്ടുവരാൻ പാണ്ഡു ഒരു ദിഗ്വിജയം നടത്താനായി തീരുമാനിക്കുന്നു. അങ്ങനെ സൈന്യങ്ങളോടൊപ്പം ദിഗ്വിജയയാത്ര ആരംഭിക്കുന്നു. ആ യാത്രയിൽ യശസ്വിയായ പാണ്ഡു ആദ്യം ദശാർണ നരേശനെ പരാജയപ്പെടുത്തി. അതിനുശേഷം മഗധ രാജാവിനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് കാലപുരിയിലേക്ക് അയച്ചു. അവിടുത്തെ സേനാബലവും കൂടെ ചേർത്ത് പാണ്ഡു ദേഹരാജ്യം കീഴടക്കി. തുടർന്ന് കാശി, ശുംഭം, പുണ്ട്രം തുടങ്ങിയ രാജ്യങ്ങളിലും തൻ്റെ വിജയപതാക പാറിപ്പിച്ചു. പാണ്ഡുവിനോട് എതിരിട്ട അനേകം രാജാക്കന്മാർ വീരസ്വർഗം പ്രാപിച്ചു. ശേഷിച്ചവർ അദ്ദേഹത്തെ സമസ്ത ഭുവനത്തിൻ്റെയും രാജാവായി അംഗീകരിച്ചു. ആ രാജാക്കന്മാരെല്ലാവരും മണിമാണിക്യങ്ങളും സ്വർണങ്ങളും പശുക്കളും കുതിരകളും രഥങ്ങളും എല്ലാം പാണ്ഡുവിനു മുമ്പിൽ കാഴ്ചയായി സമർപ്പിച്ചു. ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് പാണ്ഡു ഹസ്തിനപുരത്തിലേക്ക് മടങ്ങി വന്നു. വിജയശ്രീലാളിതനായി വന്ന പാണ്ഡുവാകട്ടെ ദിഗ്വിജയത്തിൽ തനിക്കു ലഭിച്ച ധനം മുഴുവനും പിതൃസ്ഥാനീയനായ ഭീഷ്മർക്കും അമ്മുമ്മയായ സത്യവതിക്കും സമർപ്പിച്ചു. സത്യവതിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. രാജാവായ ദേവകന്റെ കൊട്ടാരത്തിലുള്ള സുശീലയും സുന്ദരിയുമായ ദാസീപുത്രിയുമായി വിതുരരുടെ വിവാഹവും നടന്നു. വിതുരർക്ക് അദ്ദേഹത്തിനു തുല്യരായ അനേകം പുത്രന്മാർ ആ ദാസിയിൽ പിറന്നു. അങ്ങനെ ഒരിക്കൽ വ്യാസമഹർഷി ഹസ്തിനപുരത്തിൽ ഗാന്ധാരിയുടെ അടുത്തു വന്നു. ആചാരമര്യാദ അനുസരിച്ച് ഗാന്ധാരി സർവശുശ്രൂഷകളും ചെയ്തു. പ്രസന്നചിത്തനായ വ്യാസൻ പുത്രവധുവിനോട് വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു. തൻ്റെ ഭർത്താവിന് തുല്യരായി ബലവാന്മാരായ 100 പുത്രന്മാർ തനിക്കുണ്ടാകുന്നതിന് ശിവനിൽ നിന്നും വരം ലഭിച്ച കാര്യം അവൾ വ്യാസനോട് പറയുകയാണ്. അങ്ങനെ ആ വരം തന്നെ വീണ്ടും ഗാന്ധാരി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യഥാകാലം ഗാന്ധാരി ഗർഭിണിയാകുന്നു. ഗർഭമുണ്ടായിട്ട് ഏകദേശം 20 മാസമായിട്ടും ഗർഭം ഗർഭപാത്രത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഈ അവസരത്തിൽ കുന്തിക്ക് യുധിഷ്ഠിരൻ മകനായി പിറന്നു കഴിഞ്ഞിരുന്നു. സ്ത്രീ സഹജമായ അസൂയ ഗാന്ധാരിക്കുമുണ്ടായി. ധൃതരാഷ്ട്രർ അറിയാതെ ഗാന്ധാരി തൻ്റെ ഗർഭത്തെ ഇടിച്ചു പുറത്താക്കി. പുറത്തു വന്നത് ലോഹം കൊണ്ടുള്ള ഒരു പന്തിനു തുല്യമായ മാംസപിണ്ഡമായിരുന്നു. അത് കണ്ടപ്പോൾ ഗാന്ധാരിക്ക് വിഷമമായി. ഗാന്ധാരി അതിനെ കളയാനായി തീരുമാനിക്കുന്നു. തൻ്റെ യോഗദൃഷ്ടി കൊണ്ട് ഭഗവാൻ വ്യാസൻ ഇക്കാര്യം അറിയുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഹസ്തിനപുരത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എടീ സുബലപുത്രി, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്?
ഈ വിധം ദേഷ്യപ്പെട്ടിട്ടാണ് വ്യാസൻ ചോദിക്കുന്നത്. അപ്പോൾ ഗാന്ധാരി തൊഴുതുകൊണ്ട് കാര്യങ്ങളെല്ലാം സത്യസന്ധമായി പറഞ്ഞു കേൾപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ, അങ്ങയുടെയും വരഫലമായി ഞാനാണ് ആദ്യം ഗർഭിണിയായത്. പക്ഷേ പ്രസവം നടന്നില്ല. 2 വർഷം വയറ്റിൽ കിടന്നിട്ടും വരബലത്താൽ 100 പുത്രന്മാരുണ്ടാകേണ്ട സ്ഥാനത്ത് ലഭിച്ചിരിക്കുന്നത് കേവലം ഒരു മാംസപിണ്ഡം മാത്രം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാനിത് കളയാനായി തീരുമാനിച്ചത്. ഇത് കേട്ടപ്പോൾ വ്യാസൻ പറയുകയാണ്, ഗാന്ധാരി, ഞാൻ തന്ന വരം നിഷ്ഫലമാവുകയില്ല. ഞാൻ ഒരു തമാശയ്ക്ക് പോലും കളവ് പറയുന്നവനല്ല. നീ ഇപ്പോൾ 101 കലശം കൊണ്ടുവന്ന് അതിൽ ഈ പിണ്ഡം നിറയ്ക്കുക. എന്നിട്ട് സുരക്ഷിത സ്ഥാനത്ത് അവയെ വെക്കുക. സൂക്ഷിപ്പുകാരെയും വെക്കുക. ഈ മാംസപിണ്ഡത്തിൽ തണുത്ത വെള്ളം ഇപ്പോൾ തന്നെ തളിക്കുക. അങ്ങനെ തണുത്ത വെള്ളം കൊണ്ടുവന്ന് ആ മാംസപിണ്ഡത്തിൽ തളിച്ചപ്പോൾ ആ പിണ്ഡം 101 കഷ്ണങ്ങളായി മാറി. വ്യാസന്റെ ആജ്ഞ അനുസരിച്ച് അവയെല്ലാം കുടത്തിൽ സൂക്ഷിച്ചു. 2 വർഷം കഴിഞ്ഞു മാത്രമേ ഈ കുടം തുറക്കാൻ പാടുള്ളൂ എന്ന് വ്യാസഭഗവാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം അവിടെ നിന്നും തപസ്സനുഷ്ഠിക്കുന്നതിനായി ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. യഥാകാലം ആ മാംസപിണ്ഡങ്ങളിൽ നിന്നും ദുര്യോധനനും മറ്റുള്ള പുത്രന്മാരും ഉണ്ടായി. ദുര്യോധനൻ ജനിച്ച അന്നു തന്നെയാണ് മഹാപരാക്രമശാലിയായ ഭീമസേനനും ജനിച്ചത്. ദുര്യോധനൻ ജനിച്ചപ്പോൾ തന്നെ കഴുതയെപ്പോലെ ശബ്ദിക്കാൻ തുടങ്ങിയിരുന്നു. ആ ശബ്ദം കേട്ട് മറ്റുള്ള കഴുതകളും കുറുക്കന്മാരും കാക്കയും മുറവിളി കൂട്ടുവാൻ തുടങ്ങി. അവിചാരിതമായി പല സ്ഥലത്തും തീ പിടിച്ചു. ലക്ഷണക്കേട് മനസ്സിലാക്കിയ ധൃതരാഷ്ട്രർ ബ്രാഹ്മണരെയും ഭീഷ്മരെയും വിതുരരെയും എല്ലാം വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ വംശത്തിൽ പാണ്ഡുനന്ദനായി യുധിഷ്ഠിരൻ പിറന്നിരിക്കുന്നു. അവൻ സൽഗുണസമ്പന്നനാണ്. രാജശ്രീ അവനെ പുണരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. എന്നാൽ യുധിഷ്ഠിരൻ്റെ കാലശേഷം ഇപ്പോൾ എനിക്ക് ജനിച്ച പുത്രന് രാജ്യാധികാരം കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നിശ്ചയിച്ചു പറയുക. ധൃതരാഷ്ട്രർ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മാംസഭോജികളായ ജന്തുക്കൾ ചെവി പൊട്ടുമാറ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അമംഗളകരമായ അപശകുനങ്ങൾ മനസ്സിലാക്കിയ വിതുരർ പറഞ്ഞു, അങ്ങയുടെ ഈ പുത്രൻ പിറന്നു വീണപ്പോൾ തന്നെ അശുഭകരങ്ങളായ ലക്ഷണങ്ങൾ കാണുവാൻ കഴിയുന്നു. ഇതിൽ നിന്നും അങ്ങയുടെ ഈ പുത്രൻ കുലത്തിന് നാശം വരുത്തും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതാണ് ഭാവിയിലെ സമാധാനത്തിന് നല്ലത്. ഇവനെ വളർത്തിയെടുത്താൽ അങ്ങ് കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. അങ്ങ് കുലത്തിന് മംഗളമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 100-ൽ 1 കുറഞ്ഞ് 99 പുത്രന്മാരുണ്ട് എന്ന് കരുതുക. അതാണ് അങ്ങേക്കും കുലത്തിനും നല്ലത്. ഈ നിലയിൽ അങ്ങേക്ക് കുട്ടിയെ പരിത്യജിക്കാം. അത് കുലനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് അങ്ങേക്ക് സമാധാനിക്കുകയും ചെയ്യാം. കുലനന്മയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെയും ദേശനന്മയ്ക്ക് വേണ്ടി ഒരു ഗ്രാമത്തിനെയും ആത്മനന്മയ്ക്ക് വേണ്ടി രാജ്യത്തെയും പരിത്യജിക്കാമെന്ന് ശാസ്ത്രങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും വിതുരർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി ധൃതരാഷ്ട്രരെ ഉപദേശിച്ചു. പക്ഷേ പുത്രസ്നേഹം മൂലം അദ്ദേഹം ദുര്യോധനനെ കളഞ്ഞില്ല. ആ 101 കുടത്തിൽ നിന്നുമായി 100 പുത്രന്മാരും 1 പുത്രിയും ജനിച്ചു. ഗാന്ധാരി പൂർണ്ണ ഗർഭിണിയായ കാലഘട്ടത്തിൽ ധൃതരാഷ്ട്രരെ ശുശ്രൂഷിക്കാൻ നിയോഗിച്ചിരുന്ന വൈശ്യകന്യകയിൽ അദ്ദേഹത്തിന് മറ്റൊരു പുത്രനുണ്ടായി. അയാളായിരുന്നു യുയുത്സു.
ധൃതരാഷ്ട്രരുടെ മക്കളിൽ ഏറ്റവും മൂത്തവൻ ദുര്യോധനനാണ്. തൊട്ടടുത്തവൻ വൈശ്യസ്ത്രീയിൽ ജനിച്ച യുയുത്സുവാണ്. തുടർന്നാണ് ദുശാസനൻ തുടങ്ങിയവർ ജനിച്ചത്. ഇവരിൽ കൗരവ സങ്കേതത്തിൽ യുയുത്സുവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ധൃതരാഷ്ട്രർക്ക് ഒരു മകളും കൂടിയുണ്ടായി. അവളാണ് ദുശ്ശള. 100 പുത്രന്മാരും ഒരു പുത്രിയും യഥാകാലം വിവാഹിതരായി. ദുശ്ശളയെ പാണിഗ്രഹണം ചെയ്തത് രാജാവായ ജയദ്രഥൻ ആയിരുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിതുരരുടെയും വിവാഹ കഥകൾ. നിങ്ങൾക്കെല്ലാവർക്കും മഹാഭാരതത്തിലെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇനി ബാക്കി ഭാഗവും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.